റിപ്പോർട്ടർ ചാനലിലെ മൊട്ടകാരനും മരംകൊള്ളക്കാരനും ഒക്കെ ഒടുവിൽ പെട്ടു. അങ്കിൾ, ഇവിടെ പെൺകുട്ടികൾക്ക് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ. സ്വന്തം ചാനലിൽ ഡെസ്കിലിരുന്ന ഒരു ഞരമ്പൻ സഹപ്രവർത്തകയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന് അവർ വെളിപ്പെടുത്തുകയും അവർ ഇന്നിതാവെന്ന് അവന്റെ പേരൂടെ വെളിപ്പെടുത്തി കഴിഞ്ഞു. മരംകൊള്ളക്കാരന്മാരുടെ ഫേക്ക് ന്യൂസ് ഫാക്ടറിയുടെ ഡെസ്കിൽ ജോലി ചെയ്യുമ്പോൾ തനിക്ക് ദുരനുഭവം ഉണ്ടായത് ആരിൽ നിന്നുമാണെന്ന് ഇതാ അവർ തുറന്നു പറയുകയാണ്. അവനാണ്, ആ ഞരമ്പനാണ് ക്രിസ്റ്റി എം തോമസ്. റിപ്പോർട്ടർ ചാനലിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്ററാണ് ഇവനാണ് അവൻ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ഹായ്, എന്റെ പേര് അഞ്ജന. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്റെ ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. നിരന്തരമായി ഇയാൾ എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണം. അതൊക്കെ നിർത്തി എന്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് അതിന് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ ഉള്ളത്. കാരണം ഞാൻ കുറച്ച് ദിവസമായി മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട്, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി. ഈ വിഷയം കാരണം ഉറക്കവും ഭക്ഷണവും ഒക്കെ തോന്നിയ പോലെ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ സംഭവം തുടങ്ങിയപ്പോ തൊട്ടുള്ള ഫോൺ കോളുകൾ, അവരോടൊക്കെ പറയുന്ന മറുപടി, മെസ്സേജുകൾ, ചില കമന്റുകൾ, അതൊക്കെ എന്നെ വല്ലാതെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ തോന്നിയ അനുവദിക്കാനാവില്ല. വഴിയിൽ പള്ളി ഉണ്ടെങ്കിൽ നിർത്തി പറഞ്ഞേക്കാം. അയാളെപ്പോലുള്ളവർ സമൂഹത്തിൽ സമൂഹം അറിയണം അവനൊക്കെ ആരാണെന്ന്. അല്ലെങ്കിൽ ഇത് തന്നെ ഇനി തുടരും. കാരണം എന്നോട് ചെയ്ത പോലെ ഇനി അവിടെ ജോലി ചെയ്യുന്നവരോടൊന്നല്ല, ആരോടും ചെയ്യാൻ പാടില്ല. എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു, ചേട്ടനെ പോലെ ആയിരുന്നു എന്നൊക്കെ പറയാം. കാരണം ഞാൻ ജോലി സംബന്ധമായ സംശയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ സ്ഥിരമായി വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാനും ഈ ന്യൂസ് ഡെസ്കിൽ 1 വർഷത്തോളം ജോലി ചെയ്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. റിപ്പോർട്ടർ ടിവിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്റ്റി എം തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ദുശകരം പിടിച്ചവനെ ആദ്യം അടിച്ച് പുറത്താക്കേണ്ട ചെയ്തു. ഞാൻ ഈ മെയ് മാസം അവിടെ ഡെപ്യൂട്ടേഷൻ ന്യൂസ് ഡെസ്കിൽ ചേർന്ന സമയത്ത് മോശമായി പെരുമാറിയത്. ഇയാൾ എന്നോട് മാത്രമല്ല മോശമായിട്ട് പെരുമാറിയത്, ഇതിനു മുമ്പും അവിടെ ജോലി ചെയ്തിരുന്ന ചിലരോടും ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. മരംകൊള്ളക്കാരൻ ആൻഡോ മൊട്ട അരുണെ, നിന്റെയൊക്കെ ഡെസ്കിൽ ജോലി ചെയ്യുന്ന ഈ ഞരമ്പനെ നിനക്കൊക്കെ പുറത്താക്കുവാനുള്ള ഉറപ്പുണ്ടോ? അവന്റെ വെളിവീട് ഞാൻ മാറ്റും. ഒരിക്കലും കാണില്ല. കാരണം ഇവനെയൊക്കെ തൊട്ടാൽ നിന്റെയൊക്കെ ആ നാറിയ കഥകൾ മുഴുവൻ ഇവൻ സൈക്കിൾ എടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ലോകം ചുറ്റും. ഇനി നാട്ടുകാരുടെ ഞരമ്പ് കഥകൾ പറിച്ചുവിടുന്നതിന് മുമ്പ് നിന്റെയൊക്കെ ചാനലിലെ സ്ത്രീകളുടെ ദയനീയ അവസ്ഥ ഒന്ന് ആലോചിച്ചിട്ട് പറയുക, അല്ലെങ്കിൽ അവർ ഇതുപോലെ പല വെളിപ്പെടുത്തലുകളും നടത്തിക്കളയും. ഇതത്ര നിസ്സാരമായി തള്ളാനുള്ളതല്ല. ആ തെണ്ടി ചെറുക്ക എന്ത് തെമ്മാടിത്തനം കാണിച്ചാലും അതൊക്കെ കുട്ടിക്കളിയാണെന്ന് വ്യാഖ്യാനിച്ചോളും. ഇപ്പൊ മനസ്സിലായല്ലോ. പോലീസുകാരുടെ ഇടി കൊണ്ടിട്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായാ മതിയായിരുന്നു.